കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ CPM ഒരു ആക്രമണം നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കർ IAS നിയമിച്ചതാണ് CPMനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഖേൽക്കർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനാണ്. അന്ന് നിരവധി പേർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഖേൽക്കർ നിഷേധിച്ചു. SIR നീതിപൂർവമായിട്ടല്ല നടപ്പാക്കിയത് എന്നൊക്കെയാണ് ഇപ്പോൾ CPM ഉയർത്തുന്ന ആക്ഷേപം. BJPയും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു ആരോപണം CPMനോ BJPക്കോ ഉണ്ടായിരുന്നില്ല എന്നതോർക്കണം. ഇപ്പോൾ MP ഗോവിന്ദൻ ഉൾപ്പെടെ ആരോപിക്കുന്നത് കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷണറും തമ്മിലുള്ള ഡീൽ പുറത്തായി എന്നാണ്. ഖേൽക്കറുടെ നിയമനത്തിൽ ദുരൂഹതയുണ്ടെന്ന് CPMും അവരുടെ കൂട്ടുകാരായ BJPയും ഒരേ സ്വരത്തിൽ പറയുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശക്തമായ ഭാഷയിൽ ഇക്കൂട്ടർക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് വിവാദത്തിന് അടിസ്ഥാനമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഖേൽക്കർ. പിണറായി സർക്കാർ കൊടുത്ത പാനലിൽ നിന്നാണ് ഖേൽക്കറെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞതോടെ ആ ജോലി തീർന്നു. അത് കഴിഞ്ഞാൽ ഔദ്യോഗിക ജീവിതം അവസാനിക്കുകയാണോ? ബംഗാളുമായിട്ടാണ് ഇവർ താരതമ്യം ചെയ്യുന്നത്. ബംഗാളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. വ്യാപകമായ തോതിൽ അവിടെ വോട്ടുകൾ നീക്കം ചെയ്തു. അങ്ങനെ ഒരു പരാതി ഇവിടെ BJPക്കോ CPMനോ ഉണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനായിരുന്നു പരാതികൾ കൊടുത്തിരുന്നത്. UDFന് 102 സീറ്റുകൾ വാങ്ങിത്തന്നത് ഖേൽക്കറാണോ? പിണറായി ഖേൽക്കറെ നിയമിച്ച് UDFനെ വിജയിപ്പിച്ചു എന്നാണോ പറയുന്നത് എന്ന് സതീശൻ ചോദിക്കുന്നു. മറുപടി പറയേണ്ടത് ഗോവിന്ദനാണ്. ക്രിയാത്മക വിഷയങ്ങൾ ചർച്ച ചെയ്യൂ. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണ്. അതാണ് തൻ്റെ ഓഫീസിൽ ഖേൽക്കറെ നിയമിച്ചത്. മുൻ സർക്കാരിൻ്റെ കീഴിൽ നിരവധി വകുപ്പുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. GST കമ്മീഷണറായിരുന്നു. മുൻ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ധനമന്ത്രി കൂടിയല്ലേ, ആ എക്സ്പീരിയൻസും വേണ്ടേ? മുഖ്യമന്ത്രിയുടെ ഈ ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയുമോ എന്ന് കാത്തിരുന്നു കാണാം.